ഹായ് വെൽക്കം ബാക്ക് ടു അബിസിഷൻ. ഇന്ന് വാട്സപ്പിൽ വന്നിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. വളരെ ചെറിയൊരു ഓപ്ഷനാണ്, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പലരും അറിയാതെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വാട്സപ്പിലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നമുക്ക് ഫസ്റ്റ് ബീറ്റ വേർഷനിലാണ് വരുന്നത്. പിന്നെ അതിനുശേഷമേ സാധാ യൂസേഴ്സിന് വരുള്ളൂ. പക്ഷെ ചില സമയങ്ങളിൽ പല മോഡൽ ഫോൺസിലും വളരെ ലേറ്റ് ആയിട്ടാണ് അപ്ഡേറ്റ് വരുന്നത്. അതുകൊണ്ട് പല സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്നത് എന്താണ് എനിക്ക് ആ അപ്ഡേറ്റ് വരാത്തത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുക. കാരണം എല്ലാം നല്ല നല്ല വീഡിയോസ് ആണ്, പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്ന ഓൺ ദി സ്പോട്ടിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷനെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്ത് നോക്കുക. വാട്സപ്പിൽ വന്നിരിക്കുന്ന വളരെ ചെറിയൊരു അപ്ഡേറ്റ് ആണ് ഇവിടെ. അപ്പൊ ഞാനിവിടെ കാണിച്ചു തരാം. പക്ഷെ അതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത്, വാട്സപ്പിൽ എന്ത് അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിലും അറിയണമെങ്കിൽ നമ്മളൊന്ന് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയിട്ട് ഒന്ന് അപ്ഡേറ്റ് ഉണ്ടോ നോക്കുക. എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ചാനൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മാനുവലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്ന് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയതിനു ശേഷം വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് വാട്സപ്പിന്റെ ഇവിടെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്ന് കാണാം. അപ്ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നത്. ഇവിടെ ഓപ്പൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായി നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ ലിസ്റ്റ് എടുത്തിട്ട് നമ്മൾ ചാറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ഒരു ഫ്രണ്ടിനെ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെ മെസ്സേജിൽ പോയിട്ട് നമ്മൾ ഹായ് ഹൗ ആർ യു ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ നമ്മൾ സാധാരണ അയക്കാറുണ്ട്. നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമ്മൾ അയക്കുന്നു. ഇവിടെ സെൻഡ് കൊടുത്താൽ അവർക്ക് പോകും. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും വോയിസ് ആയിട്ട് നമുക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ വോയിസിന്റെ മൈക്കിന്റെ ഐക്കണിന്റെ മേലെ ലോങ് പ്രസ് ചെയ്തിട്ട് അത് മുകളിലോട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഏരോ മാർക്ക് പ്രസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ അങ്ങനെയാണ്. പക്ഷെ അതൊരു ഒരു ടാസ്ക് ആണ്. കാരണം ആ ഒരു മൈക്കിന്റെ മേലെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ മുകളിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അതിന് ചെറിയൊരു മാറ്റം കൂടി വാട്സപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ മേലെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇനി നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ബട്ടന്റെ മേലെ മൈക്കിന്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇതേപോലത്തെ വോയിസ് നോട്ട്സ് ഒക്കെ അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന്റെ മേലെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഈ കാണുന്ന മൈക്കിന്റെ ഐക്കൺ ഉണ്ടല്ലോ, അതിന്റെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ മൈക്കിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ കണ്ടില്ല, മൈക്കിന്റെ ഐക്കൺ കണ്ട ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് റെക്കോർഡ് ചെയ്തിട്ട് അയക്കാൻ വേണ്ടി സാധിക്കും. ഇത് വാട്സപ്പ് പുതിയതായിട്ട് വരുത്തിയിരിക്കുന്ന ഒരു മാറ്റമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് അറിയിക്കാൻ